ദേശീയപാതയിൽ അറ്റകുറ്റപ്പണികളുടെ അഭാവം മൂലം ഗതാഗതക്കുരുക്കുണ്ടായാൽ പൊതുജനങ്ങളിൽ നിന്ന് ടോൾ ഈടാക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. 65 കിലോമീറ്റർ ദൂരത്തിന് 12 മണിക്കൂർ സമയമെടുക്കുമെങ്കിലും 150 രൂപ എന്തിന് ടോൾ നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. റോഡിന്റെ ശോച്യാവസ്ഥയിൽ രൂക്ഷ വിമർശനം നടത്തിയ 3-അംഗ ബെഞ്ച് ഹർജിയിൽ വിധി പറയാൻ മാറ്റി. പാലിയേക്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റിയും കരാറുകാർ നൽകിയ ഹർജിയിൽ ഇന്നും രൂക്ഷ വിമർശനമാണ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നടത്തിയത്. കഴിഞ്ഞയാഴ്ചയിൽ ദേശീയപാതയിലുണ്ടായ 12 മണിക്കൂറിലധികം നീണ്ട ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ചോദ്യങ്ങൾ ഉയർത്തി. ഒരു ലോറി കേടായതാണ് പ്രശ്നമെന്നായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ വാദം. ലോറി സ്വയം താഴെ വീണതല്ലെന്നും ഒരു കുഴിയിൽ വീണ് മറിഞ്ഞതാണെന്നും ജസ്റ്റിസ് വിനു ചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. അണ്ടർപാസുകളുടെ നിർമ്മാണം നടക്കുന്നയിടങ്ങളിൽ സർവീസ് റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും മഴക്കാലം നിർമ്മാണ പ്രവൃത്തികളെ ബാധിച്ചുവെന്നും SG അറിയിച്ചു. അറ്റകുറ്റപ്പണികളുടെ അഭാവം മൂലം ഗതാഗതക്കുരുക്കുണ്ടായാൽ പൊതുജനങ്ങളിൽ നിന്നും ടോൾ ഈടാക്കാനാവില്ലെന്ന് സുപ്രീം കോടതി വാക്കാൽ പറഞ്ഞു. 65 കിലോമീറ്റർ ദൂരത്തിന് 12 മണിക്കൂർ സമയമെടുക്കുമെങ്കിൽ 150 രൂപ എന്തിന് ടോൾ നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായി ചോദിച്ചു. ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് സമർപ്പിച്ച ഹർജിയും ബെഞ്ച് പരിഗണിച്ചു. കവലകളിലെ അണ്ടർപാസുകളുടെ പ്രവൃത്തികൾക്കുള്ള കരാറുകൾ ദേശീയപാത അതോറിറ്റി 3-ാം കക്ഷികൾക്ക് നൽകിയിട്ടുണ്ടെന്നും ഗതാഗത തടസ്സത്തിന് അവരും ബാധ്യസ്ഥരാണെന്നായിരുന്നു കരാർ കമ്പനിയുടെ വാദം. മഴക്കാലത്ത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവഗണിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ 3-അംഗ ബെഞ്ച് ഹർജിയിൽ വിധി പറയാൻ മാറ്റി. കൈരളി ന്യൂസ്, ദില്ലി.